അങ്ങനെ വീണ്ടും നമ്മളിതാ പുതിയൊരു ഇവൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ടീം ഓവർലാൻഡേഴ്സിൻ്റെ കിടിലം ഒരു ഗ്യാതറിങ്, അതോടൊപ്പം തന്നെ ഓഫ് റോഡ് റാലിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി കുറേ മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം. അതിനുശേഷം ഒരുപാട് വണ്ടികളാണ് ഇവിടെ അണിനിരത്തുള്ളത്. എല്ലാവരെയും കാണാം. അത്യാവശ്യം ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ടുണ്ട്. വണ്ടികൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. ബാക്കിൽ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ബേസ് പോയിന്റ് ആണ്. അപ്പോൾ അവിടെ എല്ലാവരും ഒന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിലോട്ട് പോകും. ഇത് MMG എസ്റ്റേറ്റ് ആണ്. ഒരുപാട് 2 ദിവസത്തെ ക്യാമ്പാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മുപ്പത്തെട്ടോളം വണ്ടികളുണ്ടായിരുന്നു ഈ ഒരു ട്രാക്കിൽ. അത്യാവശ്യം എല്ലാ വണ്ടികളും നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും ആ ഒരു ഓബ്സ്റ്റക്കിളിനെ ടാക്കിൾ ചെയ്ത് ഓവർകം ചെയ്യുന്നുണ്ടായിരുന്നു. സോ എല്ലാവർക്കും ഒരു വലിയ പാഠം തന്നെയായിരുന്നു ഈ ഒരു ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞു. അതിനകത്ത് ബിഗിനേഴ്സും ഉണ്ടായിരുന്നു, എക്സ്പേർട്സും ഉണ്ടായിരുന്നു. സോ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. പലപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ വെയിൽ ഒരു വില്ലനായി തന്നെ വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഏതൊരു ആംഗിളിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ തന്നെ ആലോചിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ഷോട്ട്സ് നമുക്ക് എടുക്കാനും പറ്റുള്ളായിരുന്നു. അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ സ്ട്രഗിൾ തന്നെയായിരുന്നു.
ഈ ഒരു LC നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് പരിചയം ഉണ്ടായിരിക്കും. പക്ഷേ LC വന്നപ്പോഴും ശരിക്കും 4 ഡ്രൈവ് എനേബിൾ ചെയ്യാതെയാണ് വന്നത്. എന്നിട്ടാണ് അവസാനം അത് കയറിപ്പോയത്. വണ്ടിയുടെ കുഴപ്പമല്ല, പെട്ടെന്ന് പാനിക്കായിട്ട് 4 ഡ്രൈവ് എനേബിൾ ചെയ്യാൻ പറ്റായിരുന്നതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു LCക്ക് നേരിടാറുണ്ടായിരുന്നു. പക്ഷേ ബൊലേറോയുടെ കാര്യം അങ്ങനെയല്ല. വന്നതും നിന്നതും പോയതും ഒക്കെ വെടിയും പുകയായിട്ടായിരുന്നു. അത് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വണ്ടികളെല്ലാം വേറെ ലെവലിൽ തന്നെ പണി വെച്ചിട്ടുണ്ടായിരിക്കുന്നു. ഈവൻ ട്രാക്കിൽ ഓടുന്ന വണ്ടികൾ പോലും നമ്മുടെ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ അവരുടെ പ്ലസ്സും മൈനസും ഒക്കെ നന്നായിട്ട് കാണിച്ചു തരുന്ന ഒരു ഇവൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കും എത്രത്തോളം ഒരു ഒബ്സ്റ്റക്കിളിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ അതിന് നമുക്ക് ഓവർകം ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിൽ തന്നെ ഓരോരുത്തരും നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ പലതവണ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും അവരുടെ ഒബ്സ്റ്റക്കിൾ നന്നായിട്ട് പെർഫോം എങ്ങനെ ചെയ്യാമെന്ന് പോലും കണ്ടുപിടിച്ചത്. കാരണം പലപ്പോഴും വണ്ടികളുടെ പല സ്പെക്കിലുള്ള വണ്ടികളായതുകൊണ്ട് തന്നെ പല തരത്തിലാണ് പെർഫോമൻസ് കൊടുത്തത്. അതുകൊണ്ട് ഡ്രൈവറിൻ്റെ സ്കില്ലും നമ്മൾ മെഷർ ചെയ്യേണ്ട ഒരു ഇവൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ അധിക നേരം നമ്മൾ നിന്ന് ഒരേ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങളിത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് വണ്ടികൾ വരുന്നെങ്കിലും ഏകദേശം രാവിലെ 9:30 ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവൻ്റെ ഫസ്റ്റ് ട്രാക്ക് തന്നെ ഏകദേശം നമ്മൾ ഉച്ച കഴിയുന്നവരെയും പോയി എന്ന് പറയുമ്പോൾ അത്രത്തോളം തന്നെ കഷ്ടപ്പാട് ചില സമയത്തൊക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഓരോ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ട്രാക്ക് അതിൻ്റെ സ്വഭാവം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഓരോ വണ്ടി കഴിയും തോറും അത്രത്തോളം തന്നെ ഹാർഡായിട്ടുണ്ടായിരുന്നു ട്രാക്ക്. അപ്പോൾ ആദ്യം പോകുന്നൊരു ശരിക്കും ബുദ്ധിമാന്മാരും രക്ഷപ്പെടുകയുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എളുപ്പമാണെങ്കിലും പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ ഡ്രൈവേഴ്സ് നന്നായിട്ടുള്ളൊരു എഫേർട്ടോടെ കാഴ്ചവെക്കുകയും ശരിക്കും റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ജിംനി ആരാധകരെ ശരിക്കും കോരിത്തെറിപ്പിച്ചുകൊണ്ട് ജിംനിയുടെ ആഗമനമായിട്ടുണ്ട്. ഈ കുഴിയാനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ പണ്ടേ പറഞ്ഞാണ് അവൻ ഇങ്ങനെ പെർഫോം ചെയ്യും. അതായിരുന്നു അവൻ്റെ റിസൾട്ട്.
ഓഫ് റോഡിങ്ങിൽ ഡ്രൈവറും അതോടൊപ്പം തന്നെ വണ്ടിയുടെ സ്പെക്കുമല്ല ടറൈനുമല്ല പുറത്തു നിൽക്കുന്നവരുടെ പ്രാതിനിധ്യവും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെൻറ്റാലിറ്റിയും കൂടെ ഫാക്ടറാണെന്ന് തെളിയിച്ചു തരുന്ന ആ ഒരു സീൻ തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു ബൊലേറോ ടാക്കിൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം തന്നെ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് അവരെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരെ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മൊത്തം ജിംനിയുടെ വരവായിരുന്നു. ജിംനിയുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. പല കളറിലും പലതരത്തിലുമൊക്കെ ആയിട്ട് ജിംനി പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പലരും പല രീതിയിലാണ് അവരുടെ ആ ഒരു ഒബ്സ്റ്റക്കിളിനെ കോൺകർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പലതരം സ്റ്റൈലിലായിരുന്നു എല്ലാ ജിംനികളും കോൺകർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കലാപരിപാടി കൂടി നമ്മുടെ ഫസ്റ്റ് ഡേ ട്രാക്കിൻ്റെ ഫസ്റ്റ് ആ ഒരു പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് ഡേയിൽ തന്നെ സെക്കൻഡ് ട്രാക്കിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അവിടെ കളികൾ കുറേ നമുക്ക് കാണാനായിട്ടുണ്ട്. ശരിക്കും നല്ല മൊമെൻറ്റ്സ് അവിടെ ആയിരുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇരുന്നും നിന്നും കിടന്നുമൊക്കെ സമയം എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഓരോരുത്തരും വന്ന് വീഴുന്നതും അവരെടുക്കുന്ന സമയവും ആ ഒരു കാര്യത്തിൽ ശരിക്കും എന്നെ ഞെട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ആ ഒരു കാര്യത്തിൽ ഞെട്ടുന്നുണ്ടായിരുന്നെങ്കിൽ അത്രയും ആൾക്കാരുടെ ആ ഒരു കോർഡിനേഷൻ, ആ ഒരു ബലം എന്ന് പറയുന്നത് ആ ഒരു ഒത്തൊരുമ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കൂട്ടത്തിൻ്റെ പ്രത്യേകത. അതെപ്പോഴും നമ്മുടെ റിസൾട്ടിനെ ശരിക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരാൾ കുടുങ്ങുമ്പോൾ ഓടി മാറാതെ അയാളെ ഹെൽപ്പ് ചെയ്ത് കയറ്റിക്കൊണ്ട് വരിക, എന്നാലാണ് അടുത്ത വണ്ടിക്ക് വരാൻ പറ്റുന്നുള്ളതും ഒരു പാഠം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ട്രാക്കിൽ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പാഠം.
ഇത് കണ്ടോ, ഈ ഒരു കൂട്ടമായിരുന്നു ഈ ഒരു കോർഡിനേഷൻ്റെ ഏറ്റവും വലിയ റിസൾട്ട്. ഉച്ചക്കലത്തെ ട്രാക്ക് കഴിയാറായി വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെ കാര്യത്തിലും തീരുമാനമായി. കാരണം എല്ലാവരും നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിലും എല്ലാ വണ്ടികളും അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, വീണ്ടും കയറി പോകുന്നുണ്ടായിരുന്നു. അത്രത്തോളം തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടെറൈനായിരുന്നു ശരിക്കും ഉച്ച തൊട്ടുള്ള ആ ഒരു ടെറൈൻ. നമ്മൾ ഭക്ഷണത്തിന് ശേഷം എല്ലാവരും അങ്ങനെ ഒരു വല്ലാത്ത മൂഡിലെത്തി, നല്ല രീതിയിൽ ടയേർഡുമായി. ഇടയ്ക്ക് ശരിക്കും മഴ പോലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലും അതൊന്നും വകവയ്ക്കാതെ ആ പെട്ട വണ്ടിയെ വലിച്ചു കയറ്റാനുള്ള ആ ഒരു ആർജവം ശരിക്കും നമ്മൾ കാണാറുണ്ട്. കാരണം ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ അത്രത്തോളം തന്നെ സ്ട്രഗിളായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കുള്ള ആ ഒരു ട്രാക്ക്.
അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതേ ഫസ്റ്റ് ഡേയുടെ എൻഡിങ് ആണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, മഴയും കൂടെ പെയ്യുന്നുണ്ട്. ടാസ്ക് നല്ല ടാസ്ക് തന്നെയാണ്. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. വണ്ടികൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേയുടെ വീഡിയോസാണ് ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പാർട്ട് 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും പാർട്ട് 2 കാണുക. അതോടൊപ്പം സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ബാക്കിൽ കേൾക്കുന്ന ഓളിയും വണ്ടിയുടെ ഓളിയാണ്. കാരണം എല്ലാം നല്ല ടാസ്ക് ആയിരുന്നു. ഈ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫാബ്സ് വിൽസ് ഫോളോ ചെയ്യാനും മറക്കണ്ട. അവിടെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിൽ നിങ്ങൾ ശരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ.